ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് ഗാർഡനിലെ വിശേഷമൊക്കെ കാണിച്ചിട്ടല്ലേ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിങ്ങും ബാക്കി കെയറും കാര്യങ്ങളൊക്കെ ആയിട്ടോ അത് പറയാൻ പോകുന്നത്. നിങ്ങൾ നമ്മുടെ ഗാർഡൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ചെടിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡിൽ നമ്മൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഈ ഒരു ഒറ്റ പ്ലാന്റ് മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കെയറും കാര്യമായിട്ടോ എന്ന് പറയാൻ പോകുന്നത്. അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ കെയർ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാണ്ടും വച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഷംറോക്ക് അല്ലെങ്കിൽ ഓക്സാലിസ് എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിലുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ ഒരു വയലറ്റ് കളറാണ് ഇലയ്ക്ക്, പക്ഷേ ഇതിൽ പച്ച കളറുള്ള ഇലയും ഉണ്ട് കേട്ടോ. ആ പ്ലാന്റ് ഇവിടെ ഇല്ല. അങ്ങനെ 1-2 വെറൈറ്റി ഇതിലുണ്ട്. നമുക്ക് ഈ ഒരു വെറൈറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ളൊരു പൂവാണ്. പക്ഷേ ഇതിന് പൂവിനേക്കാളും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. പൂ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പക്ഷേ ഇലകൾ ഇങ്ങനെ വയലറ്റ് കളർ നിറഞ്ഞിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളൊരു പ്ലാസ്റ്റിക് ചെടി നിൽക്കുന്നത് മാതിരി നമുക്ക് തോന്നും. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേരില്ല. ഒരു കിഴങ്ങാണ് ഇത് വളരാനായിട്ട് സഹായിക്കുന്നത്. ആ കിഴങ്ങ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതിൽ നിന്നാണ് ഈ തണ്ടുകൾ വന്നിരിക്കുന്നത്. തണ്ടുകൾ നോക്കിയാൽ തന്നെ അറിയാം, വളരെ നൈസായിട്ടുള്ള തണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ്ചർ തയ്യാറാക്കുന്ന കാണിച്ചു തരാം. പോട്ടി മിക്സ്ചറിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും തന്നെയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ വളരുന്നൊരു പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് പോട്ടി മിക്സ്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല. മണ്ണും അതുപോലെ ചാണകപ്പൊടിയും മാത്രം മതി. നമ്മളിവിടെ സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിവിടെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഗ്രോ ബാഗിലേക്കാണ് കേട്ടോ ഇന്ന് നടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണും ചാണകപ്പൊടിയും ഈ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുവാണ്. അപ്പോൾ ഇനി നമ്മുടെ പോട്ടി മിക്സ്ചർ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബട്ടർഫ്ലൈ പ്ലാന്റ് മാറ്റി നടാം. നമ്മളിത് ഈ ഒരു ഇതിൽ നിൽക്കുന്ന, അതായത് നമ്മളൊരു ഫ്ലാസ്കിലാണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഗാർഡൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഗാർഡൻ വീഡിയോയിൽ. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലാസ്കിൽ വച്ചിരിക്കുന്ന ആ ബട്ടർഫ്ലൈ പ്ലാന്റാണ് മാറ്റി നടാനായിട്ട് പോകുന്നത്. അത് മാറ്റി നടുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടെ വേണം നമ്മളത് ആ പ്ലാന്റ് അതിൽ നിന്ന് എടുക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു ഇതിന് വേരില്ലാത്ത ചെടിയാണ്. അതുപോലെ അതിൻ്റെ തണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം, വളരെ നൈസായിട്ടുള്ളതാണ്. അപ്പോൾ ആ തണ്ട് പൊട്ടിപ്പോകാതെ നല്ല കെയർഫുള്ളായിട്ട് തന്നെ അതിൽ നിന്ന് മാറ്റണം. അപ്പം എന്തേ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചെടി വളർന്നു വരുന്നത് ഈ ഒരു കിഴങ്ങിൽ നിന്നാണ്. അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കിഴങ്ങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി വളർന്നു വരത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ തണ്ട് കൊണ്ട് നമുക്ക് ചെടി വളർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി നടാം.
അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വളർന്നു വരുന്നത് വരെ നമ്മൾ മഴ ഡയറക്റ്റായിട്ട് വീഴുന്ന സ്ഥലത്ത് വയ്ക്കുകയോ അതുപോലെ ഓവറായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കിഴങ്ങുണ്ടല്ലോ ഇത് ചീഞ്ഞു പോയി ചെടി നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ തണ്ടിന് വളരെയധികം കട്ടി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞ് കുറച്ച് അതൊന്ന് വളർന്നു വരുന്ന സമയം വരെയെങ്കിലും ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിക്കുകയോ അതുപോലെ മഴവെള്ളം ഡയറക്റ്റായിട്ട് വീഴുകയോ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആ കിഴങ്ങുണ്ടല്ലോ അതൊന്ന് നിങ്ങൾക്ക് മണ്ണ് കളഞ്ഞൊന്ന് കാണിച്ചു തരാം കറക്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ആ കിഴങ്ങ്. ഇതിനെ പറയുന്നത് റൈസോൺസ് എന്നാണ് കേട്ടോ. നമ്മുടെ ഒരു മഞ്ഞളൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് റൈസോൺസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കളയില്ല കേട്ടോ. ഇതിൽ നിന്ന് നമുക്കൊരു പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ലതുപോലെ വളരാനായിട്ട്. അപ്പം നമ്മൾ ആ ചെടിയെല്ലാം മാറ്റി നട്ടു. എന്നിട്ട് ആ കിഴങ്ങിനെ ആ ഒരു പറഞ്ഞില്ലേ ആ ഒരു ജാറിലേക്ക് തന്നെ നമ്മൾ കുഴിച്ചു വെച്ചു കേട്ടോ. ഇനി അതിൽ നിന്നും ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ടാവും. നമ്മൾ ഇതിങ്ങനെ വച്ച് കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെടിയോടെ തന്നെ മാറ്റിയത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ചെടി വളർന്ന് നമുക്ക് നല്ലൊരു പ്ലാന്റായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതൊന്ന് വളർന്നു വരുന്നത് വരെ ഓവറായിട്ട് വെള്ളം ഒഴിക്കാതെ അതുപോലെ തന്നെ മഴവെള്ളം വീഴാതെ ഒരു ഷെയ്ഡിലേക്ക് വേണം മാറ്റി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ആ കിഴങ്ങ് ചീഞ്ഞ് അത് നശിച്ചു പോകുന്നതാണ്. മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.